നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലൈവിൽ ജാസ്മിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ആര്യൻ. വന്നവരും നിന്നവരും പോയവരും ഒരേപോലെ ഇൻഡിപെൻഡൻ്റായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ ആര്യൻ എന്നല്ല, ആരായാലും പ്രതികരിച്ചു പോകും. പുറത്തുള്ള കാര്യങ്ങളൊന്നും അകത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടും പറയുന്നതും എല്ലാവർക്കും സൂചന കൊടുക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബിഗ് ബോസ് സീസണുകളിൽ ആദ്യം തന്നെ വന്ന് വെറുപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നവരെ പുറത്തുനിന്ന് നന്നായി നോട്ടീസ് ചെയ്യപ്പെടും. പിന്നീട് അവർ പതിയെ മാറും. അങ്ങനെയുള്ളവരായിരിക്കാം വിന്നറാവുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞത് ചിലപ്പോൾ അനീഷിനെ കുറിച്ചായിരിക്കാം. ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാവരും ഇരിക്കുമ്പോഴാണ് ജാസ്മിൻ പറഞ്ഞത്. അതിന് ശേഷം ജിസേലിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആര്യൻ ജാസ്മിൻ പറഞ്ഞതിനെതിരെ രോഷാകുലനായത്. തുടക്കം മുതൽ ബഹളം വെച്ച് പിന്നീട് നോർമലായി വരുന്നവരെ വിന്നറായിട്ടുള്ളൂ എന്ന് പറയാൻ അവർ എന്തിനാണ് ശ്രമിച്ചത്? അത് ശരിയുള്ള കാര്യമാണോ എന്നാണ് ആര്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഞാനും നീയും ഇൻഡിപെൻഡൻ്റായിട്ട് കളിക്കണമെന്ന് പറയുമ്പോൾ നീ ഒരു എവിഷൻ വരുമ്പോൾ നീ വേറെ കളിക്കുന്നു, ഞാൻ വേറെ കളിക്കുന്നു. നിനക്കുള്ള വോട്ട് വേറെ, എനിക്കുള്ള വോട്ട് വേറെ. ഗെയിമിലും അങ്ങനെ തന്നെ. പിന്നെ അകത്തുള്ളവരും പുറത്തുള്ളവരും എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റായിട്ട് കളിക്കുന്നത്? ഈ ഓരോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് മാറി നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ പഴയതുപോലെ തന്നെ കോമഡി പറയും, നിൻ്റെ കൂടെ ഇരിക്കും, ഫുഡ് ഷെയർ ചെയ്യും, ഗെയിം കളിക്കും, എല്ലാം ചെയ്യും. എനിക്ക് അങ്ങനെയേ പറ്റത്തുള്ളൂ എന്ന് ആര്യൻ ജിസേലിനോട് പറയുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ പുറത്തുള്ള കാര്യം അകത്ത് പറഞ്ഞത് ഇനിയും ചർച്ചയായേക്കാം. എന്തായാലും കിട്ടിയ സമയം കൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ജാസ്മിനും ദിയ സനക്കും കഴിഞ്ഞിട്ടുണ്ട്.